ഇന്ന് നമുക്ക് നല്ല പോലെ കുരുമുളക് ഇട്ട് വെച്ച ലിവർ റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റാണ് കേട്ടോ. മല്ലിയിലേൻ്റെയും ക്യാപ്സിക്കൻ്റെ ഒക്കെ നല്ലൊരു മണമുണ്ട്. കാണാൻ ഭംഗിയില്ലെങ്കിലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഞാനിവിടെ 3/4 കിലോ ലിവർ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് വെളിച്ചെണ്ണ പാത്രത്തിൽ വെച്ച് കൊടുത്തു. ഇനി അതിൽ കുറച്ച് ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി 4 എണ്ണം, പച്ചമുളക് 2 എണ്ണം നല്ലപോലെ വഴറ്റിയെടുക്കുക. പിന്നെ പൊടിങ്ങനെ അരിഞ്ഞ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ വഴറ്റിയ ശേഷം ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വഴറ്റിയ ശേഷം ഈ ലിവർ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 4-5 വിസിലേ വെക്കണ്ടു. നല്ല വേവുണ്ടാവും. ബീഫിൻ്റെ ലിവറാണ്, അത്യാവശ്യം വേവുണ്ടാവും കേട്ടോ. ഇവിടെ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ കരിവേപ്പില കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വെന്ത ശേഷം അതൊരു വേറെ പാത്രത്തിൽ മാറ്റുക. പിന്നെ ഒരു 2-3 ടീസ്പൂൺ എണ്ണ വെച്ചിട്ട് വലിയ ഉള്ളി നൈസായിട്ട് അരിഞ്ഞത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൽ വഴറ്റിയ ശേഷം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ഒരു ക്യാപ്സിക്കം കേട്ടോ. പിന്നെ അതും നല്ലപോലെ വഴറ്റിയ ശേഷം നമ്മൾ കുറച്ച് മാറ്റി വെച്ച ലിവറിൻ്റെ വെള്ളം വറ്റുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളം വറ്റിയ ശേഷം നമ്മളിപ്പോൾ പച്ചമുളക് ഒരു 4 എണ്ണം കീറി കൊടുക്കുക. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുക, കുറച്ച് കരിവേപ്പില, പിന്നെ കുരുമുളക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കുരുമുളകിൻ്റെ ടേസ്റ്റ് പറ്റുന്നില്ലെങ്കിൽ പച്ചമുളക് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. മുളക് പൊടി ഇട്ട് കൊടുക്കാൻ പാടില്ല, ടേസ്റ്റ് മാറും. പിന്നെ നല്ലപോലെ ഇളക്കിയ ശേഷം വെള്ളം വറ്റിയ കഴിഞ്ഞ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഇറ്റിക്കുക. ഗരം മസാല വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ കർക്കിടക മാസമാണ്. അപ്പോൾ ഈ മാസത്തിൽ ലിവറൊക്കെ കഴിക്കുന്നത് നല്ല കേട്ടോ, മട്ടൻ്റെയും ബീഫിൻ്റെ ഒക്കെ. പിന്നെ ഇത് ചപ്പാത്തിക്കായാലും വെള്ളയപ്പത്തിനായാലും ഏതിനും കഴിക്കാനും അടിപൊളി ടേസ്റ്റ് കേട്ടോ, പുട്ടിനൊക്കെ കൂട്ടി കഴിക്കാൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കേ.